മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്ക് താൽക്കാലിക താമസ സ്ഥലങ്ങൾ ഒരുക്കി തുടങ്ങി. സ്ഥിര പുനരധിവാസം വരെ വിവിധ സംഘടനകളുടെയും വ്യക്തികളുടെയും സ്ഥാപനങ്ങളുടെയും എല്ലാം സഹകരണത്തോടെയാണ് താൽക്കാലിക കേന്ദ്രങ്ങൾ ഒരുങ്ങുന്നത്. ഈ മാസത്തിനകം ഇത്തരം നടപടികൾ പൂർത്തിയാകും. ദുരന്തബാധിതർക്ക് ആശ്വാസമായി താൽക്കാലിക കേന്ദ്രങ്ങൾ ഒരുങ്ങുകയാണ്. സർക്കാർ ഇതിനകം കണ്ടെത്തിയ സ്ഥലങ്ങളിൽ സാങ്കേതിക പരിശോധനകൾ പൂർത്തിയായി തുടങ്ങി. ഇന്നു മുതൽ വിവിധ കേന്ദ്രങ്ങളിലേക്ക് ദുരന്തബാധിതരായ കുടുംബങ്ങൾ എത്തിത്തുടങ്ങുകയാണ്. മേപ്പാടി പഞ്ചായത്തിലെ കുന്നമ്പറ്റയിൽ നാഷണൽ ലീഗ് വാടകയ്ക്ക് എടുത്ത ഫ്ളാറ്റിലേക്ക് 8 കുടുംബങ്ങൾ ആദ്യമായി എത്തി. ഇതിപ്പോൾ മേപ്പാടി പഞ്ചായത്തിലെ കുന്നമ്പറ്റയിലാണ് നാഷണൽ ലീഗ് സംസ്ഥാന കമ്മിറ്റി പ്രഖ്യാപിച്ചിട്ടുള്ള താൽക്കാലിക പുനരധിവാസ പ്രവർത്തനങ്ങളുടെ തുടക്കം കുറിക്കപ്പെടുന്നത്. ഈ ഫ്ളാറ്റിൽ 8 കുടുംബങ്ങളാണ് താമസിക്കാൻ പോകുന്നത്. ഇന്ന് 11 മണിക്ക് ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രി, വകുപ്പ് മന്ത്രി ശ്രീ രാജൻ അവർ ഉദ്ഘാടനം ചെയ്യും. എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയായിട്ടുണ്ട്. ഈ ഫ്ളാറ്റ് ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ സാധന സാമഗ്രികളും എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. താൽക്കാലിക പുനരധിവാസം ഓഗസ്റ്റിൽ തന്നെ പൂർത്തിയാക്കാനുള്ള നടപടികളാണ് പുരോഗമിക്കുന്നത്. പുനരധിവാസത്തിന് ഉപയോഗിക്കുന്ന എല്ലാ വീടുകളിലും ആവശ്യമായ ഉപകരണങ്ങൾ ഉറപ്പാക്കുന്നുണ്ട്. ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും കൂടി അംഗങ്ങളായ ക്യാമ്പ് മാനേജ്മെന്റ് കമ്മിറ്റി രൂപീകരിച്ചാണ് പുനരധിവാസം സംബന്ധിച്ച കാര്യങ്ങൾ പൂർത്തിയാക്കുക. മഹാദുരന്തം പിന്നിട്ട് 2 ആഴ്ച പിന്നിടുന്നതേയുള്ളൂ. കഴിഞ്ഞ ദുഃഖങ്ങളെ മറികടക്കാനായില്ലെങ്കിലും അതിവേഗത്തിൽ താൽക്കാലിക താമസ സൗകര്യങ്ങൾ ഒരുങ്ങുന്നത് ദുരന്തബാധിതർക്ക് അല്പമെങ്കിലും ആശ്വാസമാവുകയാണ്. വയനാട്ടിൽ നിന്നും ക്യാമറമാൻ ജിംഷിൻ സുരേഷിനൊപ്പം അനൂപ് കെആർ.